നമസ്കാരം. AK റൈഡർ 70 ചാനലിലേക്ക് എല്ലാ ഭായിമാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭായി സംശയം ചോദിക്കാനായിട്ട് അയക്കുന്നതാണ്. ഇതിൻ്റെ ബുള്ളറ്റിലെ ഒരു നോയ്സ് എന്താണ് ഈ സൗണ്ട് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിരിക്കുന്നതാണ്. പല സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ സൗണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ കേട്ടതിന് ശേഷം ഇതിൻ്റെ ഹൈഡ്രോളിക്ക് കംപ്ലൈൻ്റ് അല്ല. അപ്പോൾ ടാപ്പിംഗ് നോയ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് അല്ല. ഇതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ നേരെ ചേഞ്ച് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടും ചേഞ്ച് ചെയ്തിട്ടില്ല. വർക്ക്ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് ആ നെട്ട് മാത്രം ഇളക്കിയതിന് ശേഷം ട്രെയിൻ ചെയ്തു, ബാക്കിയുള്ള ഇതുള്ള ഓയിൽ അതിനകത്ത് തന്നെ അത് കിടപ്പുണ്ട്. അപ്പോൾ അത് ഗിയർ പിന്നെ രണ്ടാമതും കൂടെ ഓയിൽ വെച്ചപ്പോൾ അയാൾക്ക് ഗിയർ ഇടാനും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളൊരു 3000 കിലോമീറ്റർ ആകുമ്പം തന്നെ നമ്മൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി 10,000 5,000 ഒക്കെ പറയും. പക്ഷെ നമുക്കൊരു 3000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ഓയിലിൻ്റെ ഇത് ക്വാളിറ്റി നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഓയിൽ ഫിൽറ്ററും തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. അതിൻ്റെ സെക്ഷൻ ഫിൽറ്റർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിടണം. പിന്നെ എയർ ഫിൽറ്ററും ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഇടേണ്ടതുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ മാറുന്നത് നന്നായിരിക്കും. നമുക്കിതിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന സൗണ്ടിനൊന്നും നമ്മൾ ഹൈഡ്രോളിക്കൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓയിൽ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്താൽ മതി, ആ സൗണ്ട് കൃത്യമായിട്ട് മാറിക്കോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള വീഡിയോകളും മറ്റു കാണുന്നതിലേക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കും.